ഇത് കണ്ടില്ലേ, എന്ത് രസമാണല്ലേ, ഇതിങ്ങനെ പരന്ന് കിടക്കണേണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതെ, ഇന്നലെ ഇവിടെ നല്ല മഞ്ഞുമഴ പെയ്ത്. വീഡിയോ എടുത്തില്ല കേട്ടാ, കാരണം വെച്ചാൽ ഞാൻ മുമ്പേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. നേരം വെളുത്തപ്പോൾ എങ്കിലും എന്താണ് ഇവിടെ ഫുള്ള് മഞ്ഞ്. അപ്പം ഞാനതൊന്ന് കാണിക്കാട്ടാ. നമ്മുടെ വണ്ടിയൊക്കെ മഞ്ഞിൽ ഇങ്ങനെ മൂടി കിടക്കണേണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നാലുള്ളൂ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാവരുടെയും വണ്ടികൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ മാത്രമേ ക്ലീൻ ചെയ്യാത്തുള്ളൂ. എൻ്റെ ബാക്കിൽ നോക്കി, എൻ്റെ വേണ്ട ഇവിടെയൊക്കെ ഒരു ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടേക്കാണ്. നല്ല തണുപ്പാണ്ടാ. കഴിഞ്ഞ അവിടെ നമ്മൾ മഞ്ഞുമഴയുടെ കാണിച്ചപ്പോഴത്തേനും ഇത്ര ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല അരമണിക്കൂറേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇത് ഫുൾ ഡേ, ഇന്നലെ ഫുൾ ഡേ മഞ്ഞുമഴയായിരുന്നു. ചെറുതായിട്ടാണ് പെയ്യണ്ടായുള്ളൂ. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം, നേരം വെളുത്തപ്പോഴത്തേനും ഇതാണ് അവസ്ഥ. നമ്മുടെ വണ്ടി നോക്ക്. അയ്യോ കണ്ട, ആകെ മഞ്ഞ് ഇതായി. പാത്തൊക്കെ ഉണ്ടല്ല. അപ്പം ഇപ്പോൾ ബാൽക്കണി പോയിട്ട് ഇതിങ്ങനെ വാരി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടോ നോക്ക്. കൈ മരവിച്ച് എൻ്റെ പൊന്നേ. പാത്തു നീ അങ്ങോട്ട് വയ്ക്കോ, വീഴും. അതെ എൻ്റെ ബാക്കിൽ. അയ്യോ, ഐസ് എടുത്തിട്ട് എൻ്റെ കൈ ആകെ മരവിച്ച്. ഞാൻ ഇവിടെ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാട്ടാ. ഇത് കണ്ട, അയ്യോ അതൊക്കെ ആകെ നിറഞ്ഞ്. കാത്തു നോക്കിയെടുക്കട്ടെ, തെന്നി വീഴും. കണ്ടോ ഇപ്പം നമ്മൾ വന്ന വഴികളൊക്കെ അവർ ശരിയാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യെ മരവിച്ചിട്ട് ഐസ് എടുത്ത് പറ്റിയില്ലാന്ന് തോന്നണം. ഒന്നൊക്കെ അധികം നേരം എടുത്തൂല, പിന്നെ എന്താ പറ്റുമോ മരവിച്ച സാധനം. ചുമന്നു പോയി കൈ. കണ്ടില്ലേ, ആകെ മഞ്ഞിങ്ങനെ വീണ് കിടക്കണത്. ഇതൊക്കെ ഇപ്പോൾ കുറഞ്ഞതാണ് കേട്ടോ. രാവിലെയൊക്കെ നല്ല ഫുള്ളിങ്ങനെ കവർ ചെയ്ത് കിടക്കണമായിരുന്നു ചെടികളൊക്കെ. അതേപോലെ തന്നെ ഈ വഴികളൊക്കെ അവർ ഫുള്ള് ക്ലീൻ ചെയ്തു മെഷീൻ കൊണ്ടുവന്നിട്ട്. അതാണ് ഇങ്ങനെ കിടക്കണത്. ഉണ്ടോ? അയ്യോ, അതേ ഒരു പട്ടിക്കുട്ടീനായിട്ട് ഒരു ചേട്ടൻ വന്നേക്കണ നോക്കി. പട്ടിക്കുട്ടീനായിട്ട് നടക്കാറിങ്ങിയേക്കണത്. പട്ടിക്കുട്ടിക്ക് മഞ്ഞൊന്നും ഒരു പ്രശ്നമേ അല്ലെന്ന് തോന്നുന്നു. വേണ്ട, മിക്ക കാറുകളും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ കാറ് മാത്രം ഇതാണ് അവസ്ഥ. ഞാൻ മഞ്ഞിൽ തുടർന്ന പരിപാടി നിർത്തി. ഉണ്ടോ, മൊത്തത്തിലൊരു മഞ്ഞുമയം. നമുക്ക് വണ്ടിമേന്ന് മഞ്ഞ് കോരാനുള്ള സാധനമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്കും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതിൽ നിന്നൊക്കെ മഞ്ഞിങ്ങനെ കോരിക്കളയാൻ. പിന്നെ ആയപ്പോൾ മതിയായി. പിന്നെ നിസാറിനെ അത് ഏറ്റെടുത്ത്. അന്നങ്ങുണ്ടാ, ഞാൻ കളയാം. വേണ്ട, കൈ വെച്ച് കളയണ്ട കേട്ടോ. എൻ്റെ പൊന്നെ കൈ എൻ്റെ മരവിച്ചിട്ടുണ്ട്. കാര്യമില്ല, മേത്ത് തൂക്കല്ലേ. ഈ വണ്ടിമേന്ന് മഞ്ഞൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ ഇത് റോഡിലേക്ക് ഇറക്കാനായിട്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതും വെച്ചുകൊണ്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ പറന്ന് മറ്റു വണ്ടിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പിഴ ഈടാക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വണ്ടിയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് റോഡിലേക്ക് ഇറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇതിങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുത്തിട്ടാണ് കുറഞ്ഞത് നമുക്കിത് ക്ലീൻ ചെയ്യാൻ. എങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ സാധിച്ചില്ല. കാരണം വെച്ചാൽ
ഈ മഞ്ഞൊക്കെ പെയ്ത് കഴിഞ്ഞാലേ അത് ഉടനെ തന്നെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് ഉറച്ച് നല്ല കട്ടിയുള്ള ഐസായി മാറും. ഈ നമ്മൾ ഫ്രീസറിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ കട്ടിയുള്ള ഐസ്, അപ്പോൾ അതേപോലെ ആയി മാറും. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത് ക്ലീൻ ചെയ്യാൻ മാത്രമാണ് നമുക്കിത് പൂർണ്ണമായിട്ട് പെട്ടെന്ന് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടതായിട്ട് വന്ന് പിന്നെ ഈ പറഞ്ഞ മാതിരി പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഗ്ലാസ്സുമ്മത്തേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ അത് അതിലുള്ള ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു കോരിയൊക്കെ മേടിക്കണം, എന്നിട്ട് ഞാൻ അതിൻ്റെ വീഡിയോയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, ആകെ ഫുള്ള് ഇങ്ങനെ മഞ്ഞ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ തണുപ്പും ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ വെളുത്ത കളറിൽ ഫുള്ള് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണത്. ഇനിയിപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ മഞ്ഞുമഴകളും അതുപോലെ തന്നെ ഈ തണുപ്പൊക്കെ ആയിരിക്കും. ഇപ്പോൾ -8 തണുപ്പ്, അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കട്ടയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതെ നമ്മളപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളമൊക്കെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഇവിടെ എത്തിയപ്പോഴത്തേനും ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മുകളിലൊക്കെ വിപ്പിംഗ് ക്രീം വെച്ച പോലെ അല്ലേ, കേക്കിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം ഉള്ള പോലെ ഉണ്ട്. എനിക്ക് വേണം. നമ്മുടെ വണ്ടി ഇടുന്നതിൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്ക് സൈഡ് കണ്ട ഫുള്ള് മഞ്ഞ്. എന്തോ രസമല്ലേ, ഫുള്ള് വൈറ്റ് കളറിൽ. അയ്യോ കണ്ട് പഞ്ഞ് കിടക്കണ മാതിരി ഇങ്ങനെ ഫുള്ള് സ്നോ. അടിപൊളി. എങ്ങനെയുണ്ട്, ഇഷ്ടമായ മഞ്ഞ്? ഇവിടെ വെയിലും ഉണ്ട് കേട്ടോ, വെയിലും തണുപ്പും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇപ്പം. എൻ്റെ പൊന്നെ എന്താ പറയണ്ടേന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ തവണ മഞ്ഞുമഴ പെയ്തപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല, ബാൽക്കണിയിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി, കാരണം നമ്മുടെ വണ്ടിയും ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ കാരണം പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഫുള്ളിങ്ങനെ നടന്ന് വീഡിയോ എടുക്കാൻ പറ്റി. ഇത് കണ്ടില്ലേ, എന്ത് രസമാണല്ലേ, ഇതിങ്ങനെ പരന്ന് കിടക്കണേണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്താ പറയുക, ഇതൊന്നും ഒന്നുമല്ല, ഇനിയിപ്പോൾ വരാനിരിക്കണേ ഉള്ളൂ. ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ള് മഞ്ഞൊക്കെ കൊണ്ട് നിറയും എന്നൊക്കെയാണ് പറയണേട്ടേക്കണത്. ഇതിപ്പോൾ ഡിസംബർ തീരാറായല്ല. അപ്പം എന്തായാലും നമുക്ക് നോക്കാം, ഇനി ഇതിനേക്കാളും വലിയ വലിയ മഞ്ഞും ഇങ്ങനെ നിറയുമ്പോഴൊക്കെ ഞാൻ ഓരോ തവണ ഇങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റുകളൊക്കെ ഒന്ന് പറയണം കേട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായോ? ഭയങ്കര മഞ്ഞാണെന്നേ, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല, എന്നാലും വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കാനും പറ്റില്ലല്ലോ. ഇത് കണ്ട, ഞാൻ ഇൻട്രോക്ക് എടുക്കണ സ്ഥലമാണ് ഈ കാണുന്നത്. മിക്ക ദിവസങ്ങളിലും നമ്മുടെ ഇൻട്രോ പറയണത് ഞാൻ ഈ ഭാഗത്തൊക്കെ നിന്നാണ്. ഇതൊക്കെ കണ്ടില്ലേ, ആകെ വെളുത്ത് ഇരിക്കണേണ്. ഇതൊക്കെ ഇങ്ങനെ ആളുകളെ ഈ വണ്ടിമേന്നൊക്കെ ചിരണ്ടി ഇങ്ങനെ തൂത്ത് കൂട്ടിയിട്ടേക്കണാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.